നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങളൊരു ഉച്ചക്കത്തെ ഊണിനുള്ള ഒരു വിഭവം ഉണ്ടാക്കുവാണേ. അത് കപ്പയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കത് കാണാം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനത് നിങ്ങളോട് അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഞാനത് കാണിച്ചു തരാം. അതിങ്ങനെ നമുക്ക് കുഞ്ഞതായിട്ട് കൂമ്പൊക്കെ കൊത്തി അരിയുന്നത് പോലെ ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുത്ത്, ഇങ്ങനെ ആരും കപ്പ വെച്ചുണ്ടാക്കി ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷേ നേരത്തെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കൊത്തി അരിയണേ, കുറച്ച് സമയം എടുക്കും ഇത് കൊത്തി അരിയാൻ. ഞാൻ അപ്പം കൊത്തി അരിഞ്ഞിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാം. നമ്മൾ കപ്പയെല്ലാം ഇതുപോലെ കൊത്തി അരിഞ്ഞിട്ടുണ്ടേ. കുറച്ച് പ്രയാസമായിരുന്നു കപ്പ ഇങ്ങനെ ഈ രീതിയിൽ കൊത്തി അരിയാൻ, അതുകൊണ്ട് കുഞ്ഞായിട്ട്. കാരണം കപ്പയ്ക്ക് ഭയങ്കര കട്ടിയല്ലേ. ഇത് നമ്മളൊരു ചീനച്ചട്ടിക്കകത്തോട്ട് വെക്കണം. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്യണേ. ഇത് കണ്ടോ, ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഊറ്റിക്കളയണേ. അപ്പം അതവിടെ ഇരുന്ന് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കിന് ഈ തേങ്ങ ഒക്കെ ഞാൻ അരച്ചുകൊണ്ട് വരാം. ഈ തേങ്ങയ്ക്കകത്ത് നമുക്ക് ജീരകം ചേർക്കണം, മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. പിന്നെ 2 പച്ചമുളകും കൂടെ നമുക്ക് ഇതിനകത്തോട്ടിടാം. പച്ചമുളകും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചുകൊണ്ട് വരാം. ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി മതി. പിന്നെ അതേപോലെ തന്നെ 2 പച്ചമുളക്, അതെല്ലാം കൂടെ ചേർത്ത് ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കിന് ഞാൻ ഇത് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ടേ. ഇത് കണ്ടോ, ഈ കപ്പയൊന്ന് ഊറ്റിയെടുക്കാം നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ട്. ഈ രീതിയിലൊന്ന് ഊറ്റിയെടുക്കാം. ഒക്കെ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ കപ്പ അരിഞ്ഞത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഈ രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ച് നമുക്ക് ഒന്ന് കടുക് പൊട്ടിക്കാമേ. കടുക് എണ്ണയ്ക്കകത്തോട്ടിടാം. കടുക് പൊട്ടുമ്പോഴത്തേക്കിന് കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പപ്പൊട്ട് ഇതിനകത്തോട്ട് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഈ തേങ്ങ അരച്ചെല്ലാം കൂടെ ഒന്ന് ചേർക്കാം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ ചെറിയ നനവുണ്ട്. പിന്നെ ഉപ്പ് ചേർക്കാം. ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ചൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് നിർത്താം. അരപ്പൊക്കെ ഒന്ന് വേകണം, ആ പച്ചമണമൊക്കെ മാറി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റായിരിക്കും. നമുക്കപ്പോൾ അതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം. നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ട് ചോറിൻ്റെ കൂടെ ഒക്കെ ഒന്ന് കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ കപ്പ കുഴച്ച് വെക്കുമ്പോൾ വലിയ കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് ഇത് അങ്ങനെ അല്ലല്ലോ. അത് കടുവൊന്നും വറക്കത്തില്ലല്ലോ. എണ്ണയൊക്കെ വെച്ച് കടുവ് വറക്കുമ്പം നല്ലൊരു ടേസ്റ്റ് വരും. ഞാൻ അതേ നിങ്ങളെ ഒന്ന് കാണിക്കാതെ. ഇനി തീയെ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇതോടൊപ്പം ഞങ്ങളുടെ മുറ്റത്തെ കുറച്ച് ഫ്രൂട്ട്സ് നിങ്ങളെ ഒന്ന് കാണിക്കാം. അബിയും വേറെ 2-3 ഫ്രൂട്ട്സൊക്കെ ഞാൻ നിങ്ങളെ അതുകൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഞങ്ങളുടെ ചെറിയൊരു ഗാർഡനിലേക്കൊന്ന് ഇറങ്ങാം.
നമ്മുടെ ചെറുഞാവൽ നിറച്ചു പഴുത്തിട്ടുണ്ടല്ലോ. പറിക്കട്ടെ കുറച്ച്. നിറച്ചു പഴുത്തില്ലേ? നമ്മുടെ തത്തമ്മയ്ക്ക് വാഴത്താത്ത മൊത്തം ഇപ്പൊ അല്ല, നമ്മുടെ തത്തമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കണ്ടോ, ഇത് എന്തേലും ഉണ്ട്. പറിക്കട്ടെ. നല്ല കറുത്തത് കുറച്ച്. നമുക്ക് ആ വയൽ ചെറിയൊരു കവർപ്പുണ്ടെങ്കിലും ഉണ്ടല്ലോ, ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഭയങ്കര മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചിട്ട് ഇത് കഴിക്കാൻ കുറച്ചും കൂടെ നല്ല മധുരം കിട്ടും. പക്ഷെ ഇത് ഭയങ്കര ഔഷധമാണ്. ചെറുഞാവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തത്തയ്ക്കും കൊടുക്കാൻ നമുക്കും കഴിക്കാം കേട്ടോ. പിന്നെ കുറച്ച് കിളികൾക്ക് വെക്കണം. വാഴത്തത്തയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതില്. എന്തെല്ലാം അവർക്ക് വേണ്ടി പ്രകൃതി ഒരുക്കിയിരിക്കുന്നു. കുറച്ച് പറിച്ചിട്ടുണ്ട്. ഈ സൈഡിൽ നിൽക്കുന്ന പഴുത്ത് നല്ല ഇതാണ്. ഇത് കണ്ടോ, നല്ല കറുകറാന്ന് കാരിക്കട്ട നിറത്തിയിരിക്കും, നല്ലപോലെ പഴുത്തത്. ഇത് കാണിച്ചേ, നോട്ടേ, നല്ലപോലെ പഴുത്തതാണ്. മതി മതി, അത്രയും മതി. ബാക്കി അത് നിന്നോട്ടെ. അത് കിളിക്കുഞ്ഞുങ്ങളിപ്പോൾ ഇഷ്ടം പോലെ വരത്തില്ലേ. ഇപ്പം നമ്മൾ വന്നപ്പോഴാണ് ഇപ്പം വാഴത്തത്ത അതേ ഇരിക്കുമായിരുന്നു. അത് ഭയങ്കര ഇഷ്ടമാണെന്ന് കിളികൾക്ക്. നമ്മുടെ കുറ്റി നിറച്ചായി. എല്ലാം പൂത്ത്. ഞങ്ങളുടെ അബ്യൂവിലെ ആദ്യത്തെ ട്രിപ്പിലെ പഴമാണ്. ഇപ്പോൾ 4 എണ്ണം പഴുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അപ്പം പൂത്തിരിക്കുക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലെല്ലാവർക്കും കൊടുത്തു, ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഇപ്പോൾ 2 എണ്ണം പഴമായിട്ടുണ്ട്. ബാക്കി 2 എണ്ണം ഇങ്ങനെ പഴുത്ത് വരുന്നതേ ഉള്ളൂ. അത് നല്ല വലിപ്പമുണ്ട്. നല്ല ഒരാളെ കണ്ടോ, നല്ല പഴുത്ത് നിൽക്കുന്നു. അടുത്ത ആളതിൻ്റെ മുകളിലുണ്ട്. കക്കിക്ക് ഈ കളറല്ല, വേറെ കളർ. ഇത് കണ്ടിപ്പോൾ പഴുത്ത് വരുന്നതേ ഉള്ളേ. അത് പൊട്ടി. എന്താ വിണ്ട് കയറുന്നത്. പിന്നെ നമുക്കുള്ളത് ഇതാണ്. ഒരാൾ താഴെയുണ്ട്. അല്ല, ബാക്കി രണ്ടാമത്തെ സീസൺ ഇപ്പം നന്നായിട്ട് പൂത്തിട്ടുണ്ട്. പറിക്കുവാണോ? നല്ലോണം പഴുത്തിട്ടുണ്ടല്ലോ അല്ലേ? അയ്യോ, പൂ കഴിഞ്ഞു പോയേ. അങ്ങനെ ശക്തി എടുത്ത നമ്മുടെ ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും വലുതാണ്. കേട്ടോ, ഇത് നല്ല വലിപ്പമുണ്ട്. നല്ല വലിപ്പമുണ്ട്. അപ്പോൾ ഇന്ന് നാളെ ഉച്ച ആകുമ്പോഴത്തെ നല്ല പഴമായി നല്ല ഞെക്ക കൊള്ളുന്നുണ്ട്. തന്നെ നമ്മുടെ മാവ് കഴിഞ്ഞ തവണ പൂത്തായിരുന്നു. പക്ഷേ അത് ഒരു കായൊന്നും പിടിച്ചില്ല. പക്ഷേ ഈ പ്രാവശ്യം ഒത്തിരി കണ്ണിമാങ്ങ പിടിച്ചിട്ടുണ്ട്. 2-3 കൊലയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചായിരുന്നേ. അതിൻ്റെ താഴത്തെ മണ്ണ് കുറച്ച് മാറ്റിയായിരുന്നു ചക്കയൊന്ന് മുട്ടുന്നതിന്. പക്ഷേ ഇപ്പോൾ വീണ്ടും മുട്ടി തുടങ്ങി. ഇനി മാറ്റേണ്ടി വരും. ചക്ക വീണ്ടും താഴെ മുട്ടി. ഇനിയിപ്പോൾ മാറ്റി കഴിഞ്ഞാലേ അടിയിൽ മൊത്തം വേര്. അതേ അപ്പുറത്തെ ചക്ക ഉണ്ടായിരുന്നു. താഴത്തെ ചക്കയങ്ങ് മണ്ണിലായി. അതേ ഞാൻ പറഞ്ഞത്, അത് നമ്മൾ നേരത്തെ ഒന്ന് മാറ്റിക്കൊടുത്തതാണ് മണ്ണ്. എന്താണെന്നറിയില്ല, ചെടിയിലൊക്കെ ഇപ്പം വളരെ കുറവാണ് പൂക്കൾ. അപ്പോൾ ഇനി ഞങ്ങൾ ആഹാരം കഴിക്കാൻ പോവാം. നമ്മൾ ചക്ക വെച്ചുണ്ടാക്കിയ വിഭവം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ നമുക്ക് ഈ കപ്പയുടെ വിഭവം ഒന്ന് കഴിച്ച് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.